അബ്ബാസ് അരകാഷിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, അരമണിക്കൂർ ഇൻ്റർവ്യൂ അൽ ജസീറ സംപ്രേഷണം ചെയ്യുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ മുഴുവൻ കണ്ടിരുന്നു. അതിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ലാ റിജാനിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച്. അദ്ദേഹം പറയുന്നത് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്, അടുത്തത് മിക്കവാറും ഞാനായിരിക്കും. ഞങ്ങൾ ഈ രക്തസാക്ഷിത്വം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ലീഡർഷിപ്പ് നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറാൻ ചലിക്കുന്നത് ഇങ്ങനെ കുറേ വ്യക്തികളെ കൊണ്ടല്ല. വ്യക്തികൾ വളരെ പ്രധാനമാണ്, പക്ഷേ ഇറാൻ ഒരു സിസ്റ്റമുള്ള രാജ്യമാണ്. അതുകൊണ്ട് നോക്കൂ, ഞങ്ങൾ തളർന്നു പോകണമായിരുന്നെങ്കിൽ ഏറ്റവും അധികം തളർന്നു പോകേണ്ടത് ഞങ്ങളുടെ സുപ്രീം ലീഡറെ, ഞങ്ങളുടെ റഹ്ബറിനെ വധിച്ചപ്പോഴായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊരു സിസ്റ്റമാണ്, ചെക്ക് ആൻഡ് ബാലൻസുകളുള്ളൊരു സിസ്റ്റമാണ്, വെൽ ഡിഫൈൻഡ് അതിലൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മുഴുവൻ മുഴുവൻ ലീഡർഷിപ്പിലെ ഓരോ ഉത്തരവാദിത്തമുള്ള എല്ലാ ആളുകളെയും കൊന്നു കളഞ്ഞാലും സിസ്റ്റം ഇൻടാക്റ്റായിട്ട് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങൾ ബോധറാവേണ്ട. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ബോധേഡല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ സാധാരണ ഒരു ഓട്ടോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഹെഡിനെ വധിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രത്തലവനെ വധിച്ചു കഴിഞ്ഞാൽ ഖയോസ് ഉണ്ടാകും രാജ്യത്ത്. ഇറാനിലെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ്, സ്റ്റേറ്റിൻ്റെ വ്യത്യസ്തമായ ഡിവൈസസ്, ആംസ്, അത് വളരെ ഇൻടാക്റ്റായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ സങ്കീർണമായിട്ടുള്ള ഒരു ഘടന കൂടിയാണ്. പാർലമെൻറ്റും പ്രസിഡൻറ്റും ഉണ്ടായിരിക്കെ തന്നെ ഓൾമോസ്റ്റ് പാരലായിട്ട് വളരെ ശക്തമായിട്ടുള്ള വേറെയും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, ഈ ഗാർഡിയൻ കൗൺസിൽ ഓഫ് ദ അസംബ്ലി ഓഫ് ദ എക്സ്പേർട്ട്, അതിനെല്ലാം മേലെ സുപ്രീം ലീഡർ, ഇങ്ങനെ ചെക്ക് ആൻഡ് ബാലൻസ് ഉള്ള നിരവധി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ ഓയിൽഡ് ആയിട്ടുള്ള സംവിധാനങ്ങളുടെ രാജ്യമാണ്. അതുകൊണ്ട് ലീഡർഷിപ്പിനെ ഡിക്കാപ്പിറ്റേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഇറാൻ തകർന്നു പോകും എന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്. അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ സംഭവിക്കേണ്ടിയിരുന്നത് സുപ്രീം ലീഡർ അപ്രതീക്ഷിതമായിട്ടാണ് സുപ്രീം ലീഡർ കൊല്ലപ്പെടുന്നത്. സുപ്രീം ലീഡർ മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായികളൊക്കെ അതിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ആ സിസ്റ്റം ഇൻടാക്റ്റായിട്ട് നിൽക്കുന്നതെന്ന് മാത്രമല്ല, അവർ പുതിയ സക്സസറെ തിരഞ്ഞെടുത്തു. അതിൽ പോലും നോക്കൂ, ഇറാനിയൻ ഭരണഘടന പ്രകാരം സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കാൻ 90 ദിവസത്തെ സാവകാശമുണ്ട്. 90 ദിവസത്തിന് ശേഷം തിരഞ്ഞെടുത്താൽ മതി. പക്ഷേ അങ്ങനെയല്ല, വിതിൻ ഡേയ്സ് അവർ തിരഞ്ഞെടുക്കുന്നു. പിന്നെ ഇതിൽ ഇദ്ദേഹത്തോട് പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖാംനയെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് വായിക്കുക മാത്രമാണ് ചെയ്തത്. അതിനെക്കുറിച്ച് ചോദിക്കുന്നത് അൽ ജസീറ ലേഖകൻ ചോദിക്കുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണ്, പരിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പില്ലാതാണോ? അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നുമില്ല. പരിക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് സൂപ്പർഫിഷ്യൽ ഇഞ്ചുറി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായ പരിക്കുകളേ ഉള്ളൂ. ചെറിയ പരിക്കുകൾ പറ്റിയെന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇറാനിയൻ ഒഫീഷ്യൽ, ഉത്തരവാദപ്പെട്ട ഒരു ഇറാനിയൻ ലീഡർ ഇദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഹെൽത്ത് ഓക്കെയാണ്, പക്ഷേ സൂപ്പർഫിഷ്യൽ ഇഞ്ചുറീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഹി ടു വാസ് അറ്റാക്ക്ഡ് എന്നുള്ളതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീടോ ഓഫീസോ എന്തോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാവും. ഹീസ് ഇൻ കമാൻഡ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കഷനിലേക്ക് വരുമ്പോഴാണ് അത് ഇൻ്റലിജൻസ് മിനിസ്റ്റർ ഇസ്മായിൽ ഖാത്തിബ് ഇൻ്റലിജൻസ് മിനിസ്റ്റർ കൊല്ലപ്പെടുന്നതാണ്. അത് ഇൻ്റലിജൻസ് മിനിസ്റ്റർക്കാണ് അത് എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ടെഹ്റാനിലുള്ള ഒരു ഇൻ്റലിജൻസ് ഗ്യാപ്പ്, ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം മുതൽ നമ്മൾ കാണുന്ന ആ വിടവ് ഇതുവരെ നികത്താൻ ഇറാന് സാധിച്ചിട്ടില്ല. പക്ഷേ അതേസമയം നമ്മൾ കാണണം, ഇറാനിയൻ ലീഡർഷിപ്പ് ഏതോ ബങ്കറുകളിൽ കഴിയുകയാണെന്ന് നമ്മൾ ധരിക്കേണ്ട. 2 ദിവസം മുമ്പാണ് ഈ ലാ റിജാനിയും അബ്ബാസ് അർഗാഷിയും പെസസ്കിയാനും ഇവരെല്ലാവരും തെരുവിൽ ജനങ്ങളെ നയിച്ചുകൊണ്ട് പലസ്തീൻ സോളിഡാരിറ്റി റാലി നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ തന്നെ ഉണ്ട്. അവർ ഏതെങ്കിലും നിലക്ക് ഒളിച്ചോടി പോവുകയൊന്നും ചെയ്തിട്ടില്ല. ആ ഇറാനിയൻ ജനതയ്ക്ക് ലീഡർഷിപ്പ് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരവിടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇതാണ്, ലീഡർഷിപ്പിനെ വധിക്കുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ വിജയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വധിച്ചതുകൊണ്ട് ഇറാനിയൻ സിസ്റ്റം തകരും. സിസ്റ്റം തകരില്ലെന്ന് മാത്രമല്ല, നമ്മൾ കണ്ടത് ഇദ്ദേഹത്തെ വധിച്ചു, അലി ഖാംനയെ വധിച്ച ഓപ്പറേഷൻ നടന്ന് വിതിൻ മിനിറ്റ്സ് 6 രാജ്യങ്ങളാണ് ഇറാൻ ആക്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻടാക്റ്റ് ആണെന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ കമാൻഡ് ആൻഡ് കൺട്രോൾ അത് ഒരാൾ വധിക്കപ്പെടുമ്പോഴും അടുത്ത ആൾ റീപ്ലേസ് ചെയ്ത് അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ മാത്രം മെച്യൂരിറ്റിയുള്ളൊരു സിസ്റ്റം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ യുദ്ധത്തിൽ ഓഫ് കോഴ്സ് അമേരിക്കയ്ക്കും ഇസ്രായേലും തന്നെയാണ് മിലിറ്ററി സുപ്പീരിയോറിറ്റി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തതാണ്. കാരണം മിലിറ്ററി ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലാണ്, സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോകത്തെ നമ്പർ 1 ആണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അവരുടെ ഒരു സബ്സിഡറി മാത്രമാണ് ഇസ്രായേൽ. അതുകൊണ്ട് മിലിറ്ററി സുപ്പീരിയോറിറ്റി, എയർ സുപ്പീരിയോറിറ്റി, ഈ കാര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുള്ള
അവരുടെ കഴിവ് അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് അവരത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറയുന്നത് ബാലിസ്റ്റിക് സ്റ്റോക്ക് പൈൽസാണ്. അതവർ പ്രയോഗിക്കുന്നുണ്ട്. ഇന്നും ഇസ്രായേലിൽ വലിയ തോതിൽ ആക്രമണം നടക്കുന്നു. ടെലവീവിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെ ആക്രമിക്കപ്പെടുകയും അവിടുത്തെ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എയർ ട്രാഫിക് നിന്നിട്ട് യുദ്ധം തുടങ്ങിയത് പോലെ അവിടെ എയർ ട്രാഫിക് ഇല്ല. സിവിൽ ഏവിയേഷൻ ഓൾമോസ്റ്റ് സ്റ്റാൻഡ് സ്റ്റില്ലാണ്. ഇന്നത്തോടു കൂടി അവിടുത്തെ റെയിൽവേ നെറ്റ്വർക്കും ഓൾമോസ്റ്റ് നോൺ ഓപ്പറേഷണൽ ആയിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ജെറുസലം ഹെർസിലിയ സ്ട്രെച്ചറിൽ ചില റൂട്ടുകളിൽ സർവീസ് നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതൊരു ചെറിയ രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ എയർ ട്രാഫിക്കും റെയിൽവേ ട്രാഫിക്കും ഒക്കെ ഹോൾട്ടാകുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എയർ ഡിഫൻസ് ഷീൽഡുകളെല്ലാം മറികടന്ന് അവിടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ ഇപ്പോഴും ഇറാൻ മിസൈലുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇറാൻ ഫൈറ്റിംഗ് മോഡിൽ തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മിലിറ്ററി വാർഫെയർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ എക്കണോമിക് വാർഫെയർ ആക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. അക്കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഇതൊരു ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് സൃഷ്ടിക്കുക, ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും സ്റ്റേക്കുള്ള അല്ലെങ്കിൽ അവരെല്ലാം ബാധിക്കുന്ന, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന, ഞങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന യുദ്ധമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇറാൻ്റെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അതുമായി എത്ര കാലം ലോകം മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് കാണേണ്ടത്.